നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15ാം നാൾ തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ന് പുലർച്ചെ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ മറുപടി. പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യൻ ശ്രമം ജയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ താവളങ്ങളെ ചുട്ടെരിച്ചു. ലഷ്കർ, ജയ്ഷെ കേന്ദ്രങ്ങളാണ് മിസൈൽ ആക്രമണത്തിലൂടെ ഇന്ത്യൻ സൈന്യം തകർത്തത്. പഹൽഗാം ആക്രമണത്തിനും ഭീകരവാദത്തിനും ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് രാജ്യം. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുദ്രിക്കയിലുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ്. മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത. അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മുകാശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തും സുരക്ഷ ശക്തമാക്കി. കൂടുതൽ കേന്ദ്രസേനയെ ദില്ലിയിൽ വിന്യസിച്ചു. ദില്ലിയിലെ ലാൽ ചൌക്കിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ മേഖലയിലെ അടക്കം 10 വിമാനത്താവളങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചത്. ശ്രീനഗർ, ജമ്മു, ധരംശാല, അമൃത്സർ, ലേ, ജോധ്പൂർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത്. ഈ വിമാനത്താവളങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തെ പാക് സേന ലക്ഷ്യം വെച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം അറിയിച്ചു. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ യുവാവിന് മണ്ണ് മാഫിയയുടെ കുത്തേറ്റ് ഗുരുതര പരിക്ക്. കൂനമുച്ചി സ്വദേശികളായ മണ്ണ് മാഫിയ സംഘമാണ് കല്ലടത്തൂർ സ്വദേശിയായ ഷബീറിനെ മാരകായുധങ്ങളുമായി കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ഷബീറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടിയാണ് മാഫിയ സംഘത്തിന്റെ ആക്രമണം. ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിക്കും. കാളിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ദാരികന്റെ പടപുറപ്പാടിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുതിരവേല നടന്നു. ഭഗവതിയുടെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വലിയ കുതിരവേലയും നടന്നു. പൂര ദിവസമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. ദേശം ചുറ്റി ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേരും. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ഭഗവതിയുടെ തിടമ്പേറ്റും. കേളികൊട്ടിനൊടുവിൽ ക്ഷേത്രത്തിലെത്തുന്ന ദാരികരും കാളിയും രഥത്തിലേറി ക്ഷേത്രത്തിലേക്ക് നീങ്ങും. മതിലകത്ത് വാക്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപൂരം സമാപിക്കും. അഞ്ചങ്ങാടി ഞോളി റോഡിൽ കാറും സ്കൂട്ടറും ഇടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. പുന്ന സ്വദേശി അറക്കൽ വീട്ടിൽ ഷെജീർ, ബന്ധു അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. PM മൊയ്തീൻ ഷാ മെമ്മോറിയൽ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർത്തങ്കോട് വെൽഫെയർ അസോസിയേഷന്റെ കീഴിലുള്ള 3.5 സെന്റ് സ്ഥലവും കെട്ടിടവും കടങ്ങോട് പഞ്ചായത്തിന് കൈമാറി. 1972 CC ഈപ്പൻ, TT ചേറപ്പൻ, VM സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നാടിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി രൂപീകരിച്ച സംഘടനയുടെ സ്ഥലവും കെട്ടിടവുമാണ് പഞ്ചായത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി വിട്ടുനൽകിയത്. മർത്തങ്കോട് ഹൈസ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ടാങ്ക് സ്ഥാപിക്കാനായി അസോസിയേഷൻ സ്ഥലം നൽകിയിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ സക്കറിയയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ആധാരം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വഴികളുടെ വികസനത്തിനു പോലും 1 മീറ്റർ സ്ഥലം പോലും വിട്ടുതരാൻ തയ്യാറാകാത്ത കാലത്തിൽ പഞ്ചായത്തിന്റെ വികസനത്തിനായി സ്ഥലം വിട്ടുനൽകിയ അസോസിയേഷൻ ഭാരവാഹികളെ പ്രസിഡന്റ് അഭിനന്ദിച്ചു. മർത്തങ്കോട് മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതി ആരംഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, സെക്രട്ടറി അനൂപ് സക്കറിയ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, വിജയൻ മാസ്റ്റർ, പോൾസൺ താം എന്നിവർ സംസാരിച്ചു. വലിയൊരു പരിപാടിക്ക് 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാത്ത ജനങ്ങൾ ഒരു വഴിക്ക് പോലും നമ്മുടെ സ്ഥലത്തിന് കിട്ടുമ്പോൾ ഏകദേശം 1 മീറ്റർ വഴി ഉണ്ടാവുള്ളൂ. 1/2 മീറ്റർ കൂടി ആയാൽ നമ്മളത് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ കൂടി ഈ ഇടവഴികളിൽ കൂടി നടന്നു പോയി 1 മീറ്റർ വഴിയുടെ 2 സൈഡിലും മതിൽ കെട്ടി 1 ഇഞ്ച് വിട്ടു തരാത്ത ആൾക്കാരുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം
എന്തെങ്കിലും ഒരു വെൽഫെയറിൻ്റെ പേരിലാണെങ്കിൽ കൂടി ഒരു നമുക്ക് ജനങ്ങൾക്ക് ഉപയോഗമാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വിട്ടു തന്നതാണ് ഈ ഭൂമി. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ഇടവക വിശ്വാസികൾ ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും പ്രസുതേന്തി വാഴ്ചയും ലതീഞ്ഞും നൊവേനയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവയുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് ശേഷം 6:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ഷെൽബിൻ മാണിക്യത്താൽ നിർവഹിക്കും. രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് സംയുക്ത ബാൻഡുവാദ്യവും അരങ്ങേറും. തിരുനാൾ ദിനമായ മെയ് 9 രാവിലെ 10:30 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോർജ് ചാത്തോളി, ഫാദർ വിജു കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരാകും. 5 ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചവരുടെ ഓർമ്മയ്ക്കായുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ വി ടി ബാബു, ജിൻഡോ തരകൻ, തിരുനാൾ ജനറൽ കൺവീനർ ടി ഡി ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ പി വി റാഫി എന്നിവർ നേതൃത്വം നൽകും. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിന്റെയും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ 19 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ആരോഗ്യസേന പ്രവർത്തകർക്കും ആശാ പ്രവർത്തകർക്കും മഴക്കാലപൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസിന് ബിജു ജേക്കബ് നേതൃത്വം നൽകി. ജീവിതശൈലി സർവേ പൂർത്തീകരിച്ച ആശാപ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീജ നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരായ സ്മിത, വന്ദന, ഫിദ, ഉണ്ണികൃഷ്ണൻ, അജിത, മുബീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മന്ദലാകുന്ന് ബീച്ച് റോഡിൽ കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ട്രാഫിക് മിററും കേരള വിഷന്റെ സെറ്റോ ബോക്സ് കേബിളുകൾ എന്നിവ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കിണർ ബീച്ചിൽ രാമച്ചപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന ഹിറ്റാച്ചിയും ദിവസങ്ങൾക്ക് മുമ്പിൽ കത്തിച്ചിരുന്നു. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. തീരദേശ മേഖലയിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ഷഹീർ പടിഞ്ഞാറയിൽ, ഷംറൂദ്, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, ജനറൽ കൺവീനർ സുൽത്താൻ മന്ദലാകുന്ന്, ട്രഷറർ അലി തണ്ണിത്തുറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 9 കുന്നംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി. മെയ് 30 കോഴിക്കോട് സമാപിക്കും. കുന്നംകുളം മണ്ഡലത്തിൽ നടക്കുന്ന പര്യടന പരിപാടി കടവല്ലൂർ പഞ്ചായത്തിലെ പൂങ്കാവനം റോഡിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും. വലിയ ജനാവലി അണിനിരക്കുന്ന പദയാത്രയെ സമൂഹത്തിലെ വിവിധ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യും. വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ, ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച, നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, തെരുവു നാടകം, വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ പദയാത്രകളും ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലത്തിൽ വിപുലമായ സംഘാടക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ജാഥയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മണ്ഡലം പ്രസിഡന്റ് പി എ ബദറുദ്ദീൻ അറിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസീന സലിം, മണ്ഡലം ട്രഷറർ ഷഹീദ് കടവലൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ്, മണ്ഡലം കമ്മിറ്റി അംഗം എം.എൻ. സലാഹുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അണ്ടത്തോട് മഹല്ല് ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം അണ്ടത്തോട് മഹല്ലിൽ നിന്നും പരിശുദ്ധ ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മഹല്ല് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മഹല്ല് ഖത്തീബ് ബി മുഹമ്മദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് മുദ്രിസ് സിറാജുദ്ദീൻ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. കബീർ സക്കാഫി, അബ്ദുൾ സമദ് ആനോഡിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി വി മായിൻകുട്ടി സ്വാഗതവും സെക്രട്ടറി സി ബി റഷീദ് മൗലവി നന്ദിയും പറഞ്ഞു. ചരമം
തിരുത്തിക്കാട് മാങ്ങൻ ജോൺസൺ ഭാര്യ മിനി നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച പോർക്കുളം ആദാശ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിംസൺ, ജിന്നി എന്നിവർ മക്കളാണ്. അഞ്ഞൂർ നെയ്യൻ കൊച്ചുണ്ണി ഷാജു നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4:30 അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും. പോർക്കുളം അഗതിയൂർ കാരാമിൽ അശോകൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. സുനിതയാണ് ഭാര്യ. അശ്വിനി മകളാണ്. എരുമപ്പെട്ടി കുന്നത്തേരി കല്ലം വീട്ടിൽ കോയാമുവിന്റെ മകൻ മോനു നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം 2 മണിക്ക് കേച്ചേരി പട്ടിക്കര ജുമാ മസ്ജിദിൽ നടക്കും. നബീസ ഭാര്യയും ഷീബ, ഷീജ എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.